Hi, welcome to Lash Class. BA English സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരി മേരി ഷെല്ലി എഴുതിയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ്. നമ്മളിവിടെ ഈ ചാപ്റ്ററിലെ സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിലെ സമ്മറി നോക്കാം. പ്ലോട്ട് ഓവർവ്യൂ. നമുക്ക് ഈ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന നോവലിലെ 13ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടയിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതുവരെ ആ നോവലിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ സ്റ്റോറി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ നോവലിൻ്റെ ഒരു പ്ലോട്ട് ഓവർവ്യൂ നോക്കിയതിന് ശേഷം ഈ 13ാമത്തെ ചാപ്റ്ററിൻ്റെ സമ്മറിയിലേക്ക് പോവാം. The narrative begins with the letters of Captain Robert Walton to his sister. ഈ നോവൽ ആരംഭിക്കുന്നത് ക്യാപ്റ്റൻ റോബർട്ട് വാൾട്ടൺ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ സഹോദരിക്ക് എഴുതുന്ന കത്തുകളിലൂടെയാണ്. While on an Arctic expedition, he encounters a dying Victor Frankenstein. ഈ ക്യാപ്റ്റൻ റോബർട്ട് വാൾട്ടൺ ഒരു പർവ്വതാരോഹകനാണ്. ഈ വലിയ വലിയ ഉയരങ്ങളുള്ള പർവ്വതമൊക്കെ നമ്മളെ എവറസ്റ്റ് കീഴടക്കാനൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു പർവ്വതാരോഹകനാണ് നമ്മുടെ ക്യാപ്റ്റൻ വാൾട്ടൺ. അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ ഒരു എക്സ്പെഡീഷനുമായിട്ട് പോകുന്ന സമയത്ത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരാളെ ആ മലയുടെ മുകളിൽ വെച്ച് കാണുന്നു. അയാൾ ഇങ്ങനെ ആകെ തളർന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വെച്ചിട്ടാണ് ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെ കാണുന്നത്. The narrative then shifts to Victor's perspective as he recounts his tragic life. അതിനുശേഷം ഈ വിക്ടറാണ് തുടർന്ന് അങ്ങോട്ട് നോവലിലുള്ള കഥ പറയുന്നത്. ഈ മലയുടെ മുകളിൽ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന വിക്ടർ എങ്ങനെയാണ് താൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ള തൻ്റെ ദുരന്ത കഥയാണ് അവിടെ പറയുന്നത്. He describes his privileged Swiss childhood and fascination with the mysteries of life. അപ്പോൾ ഒരു പ്രിവിലേജ്ഡ് ചൈൽഡ്ഹുഡാണ്, അതായത് അത്യാവശ്യം സമ്പത്തൊക്കെയുള്ള ഒരു ആഡംബരമൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലമാണ് തനിക്ക് ഉണ്ടായിരുന്നത്. തനിക്ക് സയൻസിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അത്തരം ഒരു ക്യൂരിയോസിറ്റിയെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു. At the University of Ingolstadt, he secretly creates a living being from human body parts, but horrified by its appearance, he abandons it. അപ്പോൾ ചെറുപ്പം മുതലേ ഈ സയൻസിലും അതുപോലെ തന്നെ ഈ ജീവൻ്റെ രഹസ്യത്തിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ഇയാൾ യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ ലാബിൽ വെച്ചുകൊണ്ട് അയാൾ ഹ്യൂമൻ ബോഡി പാർട്സ്, കുറേ മനുഷ്യരുടെ ബോഡി പാർട്സൊക്കെ ലാബിലുള്ളതൊക്കെ എടുത്ത് കൂട്ടി വെച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതിന് ജീവൻ വെപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ കുറേ ഹ്യൂമൻ ബോഡി പാർട്സ് ചേർത്തുകൊണ്ട് ഒരു ക്രിയേച്ചറിനെ അവിടെ ഇയാൾ ലാബിനകത്ത് സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ക്ലോണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടെസ്റ്റ് ട്യൂബിനകത്തും ലാബിനകത്തൊക്കെ ജീവൻ ഉണ്ടാക്കുന്ന സംഭവത്തിനെ കുറിച്ച് അറിയാം. എന്തായാലും ഈ നോവൽ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1818 എഴുതിയിട്ടുള്ളൊരു നോവലാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന് ലാബിനകത്തിരിക്കുന്ന ബോഡി പാർട്സൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ജീവൻ വെപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു രൂപം കാണുന്ന സമയത്ത് അയാൾ ആകെ ഭയന്നു പോവുകയും അവിടെ നിന്ന് ലാബ് വിട്ടുകൊണ്ട് ഓടിപ്പോവുകയാണ്. ആ ഒരു ജീവിയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. വിക്ടർ റിട്ടേൺസ് ഹോം ആഫ്റ്റർ ലേണിംഗ് ഓഫ് ഹിസ് ബ്രദർ വില്യംസ് മർഡർ. അങ്ങനെ ഈ ലാബിനകത്തുനിന്ന് ഓടിപ്പോയിട്ടുള്ള വിക്ടർ ഒരു കൂട്ടുകാരനെയൊക്കെ കൂട്ടിയിട്ട് തിരിച്ച് ലാബിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ വരുന്ന സമയത്ത് പിന്നെ ആ ക്രിയേച്ചറിനെ അവിടെ കാണുന്നില്ല. അത് ഓടിപ്പോയിട്ടുണ്ടായിരിക്കുന്നതാണ് അയാൾ വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു പോകുന്നു. പിന്നീട് തൻ്റെ സഹോദരൻ വില്യം കൊല ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമ്മുടെ വിക്ടർ കേൾക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. He sees the creature near the site of the incident and becomes convinced that it is a murderer. അങ്ങനെ സഹോദരൻ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള വിവരം കേട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുള്ള നമ്മുടെ വിക്ടർ അവിടെ ചെല്ലുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം സഹോദരൻ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആ സംഭവം നടന്നിട്ടുള്ളതിൻ്റെ സമീപ പ്രദേശത്ത് വെച്ചിട്ട് താൻ ലാബിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്രിയേച്ചറിനെ വീണ്ടും അവിടെ വിക്ടർ കാണുന്നു. അപ്പോൾ ആ സമയത്ത് വിക്ടറിന് മനസ്സിലാവുന്നു ആ ഒരു ക്രിയേച്ചറാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. However, Justine Mortis, a girl adopted by the family, is wrongfully executed for the crime. പക്ഷേ ഈ ഒരു കാര്യമൊന്നും വിക്ടറിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇവർ ദത്തെടുത്ത് വളർത്തുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ജസ്റ്റിൻ മോർട്ടിസ് എന്ന പേരുള്ളത്. ഇവളായിരിക്കും ഈ കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു പേരിൽ കോടതി അവളെ റോങ്ഫുള്ളി കൺവിക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വിക്ടറിന് അവിടെ കാണേണ്ടി വരുന്നത്.
Grief-stricken, Victor takes a vacation to the mountains where he encounters the creature. അങ്ങനെ നമ്മുടെ വിക്ടർ ആകെ തളർന്നു പോവുകയാണ്. ഒന്ന്, അയാളൊരു ക്രിയേച്ചറിനെ ഉണ്ടാക്കി, ആ ക്രിയേച്ചർ അയാളുടെ സഹോദരനെ കൊല ചെയ്തു, എന്നിട്ട് ആ കുറ്റത്തിന് നിരപരാധിയായിട്ടുള്ള ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. വിക്ടറിനാണെങ്കിൽ ആരെങ്കിലും അടുത്ത് പോയിട്ട് പറയാൻ പറ്റുമോ, ഞാനാണ് ഇങ്ങനെ ഒരു ക്രിയേച്ചറിനെ ഉണ്ടാക്കിയത്, അതാണ് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറിന് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ആരോടും പറയാനും പറ്റാതെ ആകെ മാനസിക സമ്മർദ്ദത്തിലായിട്ടുള്ള വിക്ടർ ഒന്ന് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മൗണ്ടെയിൻ്റെ മുകളിലേക്ക് പോവുകയാണ്, ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ. അവിടെ ചെല്ലുമ്പോൾ ആ ക്രിയേച്ചറിനെ വീണ്ടും അവിടെ വിക്ടർ കാണുന്നു. ദ ക്രിയേച്ചർ കൺഫസസ് ടു ദ മർഡർ ബട്ട് ബെഗ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ക്രിയേച്ചർ ആ സമയത്ത് വിക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളുടെ സഹോദരനെ കൊന്നത്, ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു, പക്ഷേ എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ തനിക്ക് പറയാനുള്ള കാര്യമാണ് നമ്മുടെ ആ ക്രിയേച്ചർ പറയുന്നത്. The narrative then shifts to the creature's perspective as he tells his story. അങ്ങനെ തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം, താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ള രീതിയിൽ നമ്മുടെ ക്രിയേച്ചർ സംസാരിച്ചു തുടങ്ങുകയാണ്. അതിനുശേഷം നമ്മുടെ നോവൽ ഈ ക്രിയേച്ചർ സംസാരിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് 13ാമത്തെ ചാപ്റ്ററായിട്ട് പഠിക്കാനും വരുന്നത്. Alone in the world, he gradually learns about human life through observation. അങ്ങനെ ലാബിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ക്രിയേച്ചർ നമുക്കറിയാം ലോകത്ത് പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമാണ്. പതുക്കെ പതുക്കെ മനുഷ്യരെയും മറ്റും നിരീക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യ ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ ക്രിയേച്ചർ പഠിക്കുകയാണ്. He secretly watches a family, learning to speak and read by observing them. അങ്ങനെ ഒരു ഫാമിലിയെ നമ്മുടെ ക്രിയേച്ചർ സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്നു. അവർ സംസാരിക്കുന്നത്, അവർ പഠിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ക്രിയേച്ചറും ഇതുപോലെ സംസാരിക്കാനും എഴുതാനും ഒക്കെ പഠിക്കുകയാണ്. However, when he attempts to interact with them, he is rejected and driven away due to his appearance. അപ്പോൾ സംസാരിക്കാനൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ക്രിയേച്ചർ മറ്റു മനുഷ്യരുടെ അടുത്തൊക്കെ പോയിട്ട് കമ്പനി ആവാം, ഒന്ന് സംസാരിക്കാം എന്ന് കരുതി പോകുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്, ഇതിൻ്റെ രൂപം കാണുന്ന സമയത്ത് ഇതിനെ എല്ലാവരും ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൻ്റേതല്ലാത്ത തെറ്റുകൊണ്ടാണ് ഈ ഒരു രൂപം നമ്മുടെ ക്രിയേച്ചറിന് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാവരും അതിനെ ഓടിച്ചു വിടുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് നമ്മുടെ ക്രിയേച്ചർ അനുഭവിക്കുന്നത് വരുന്നത്. These rejections and isolations make him bitter and angry toward Victor. സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രിയേച്ചറിന് ഭയങ്കര ദേഷ്യം വരുന്നു, പ്രത്യേകിച്ചും വിക്ടറിൻ്റെ അടുത്ത്. കാരണം വിക്ടറാണ് ഈ ഒരു രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, എന്നിട്ട് തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ വിക്ടറിൻ്റെ അടുത്ത് എങ്ങനെയും പ്രതികാരം ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വന്നുകൊണ്ടാണ് വിക്ടറിൻ്റെ അനിയനെ കൊല ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ ആളുകൾ തന്നെ ആട്ടി ഓടിക്കുന്നതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളൊരു കഥയാണ് നമ്മുടെ ക്രിയേച്ചർ പറയുന്നത്. He urges Victor to create a female companion as he is entirely alone. അതിനുശേഷം നമ്മുടെ ക്രിയേച്ചർ വിക്ടറിൻ്റെ അടുത്ത് പറയുന്നത്, എന്നെ നിങ്ങൾ ഈ ലാബിനകത്ത് വെച്ച് ഉണ്ടാക്കിയതുപോലെ എനിക്കൊരു തുണ കൂടി നിങ്ങൾ ഉണ്ടാക്കി തരണം. ഞാൻ ഈ ലോകത്ത് പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടിട്ടാണ്, എനിക്കൊരു ഫീമെയിൽ കമ്പാനിയനെ, ഒരു ഇണയെ നിങ്ങൾ ഉണ്ടാക്കി തരണമെന്നാണ് നമ്മുടെ ക്രിയേച്ചർ വിക്ടറിൻ്റെ അടുത്ത് പറയുന്നത്. He promises to leave humanity in peace if his request is fulfilled. അങ്ങനെ എനിക്കൊരു ഇണയും തുണയും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യമാവില്ല, എനിക്കൊരു തുണ നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി എന്നാണ് നമ്മുടെ ക്രിയേച്ചർ വിക്ടറിൻ്റെ അടുത്ത് പറയുന്നത്. Victor initially agrees but later destroys the unfinished second creation, fearing the consequences. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് വിക്ടറിന് ആദ്യം ന്യായമാണെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇതിങ്ങനെ ഒറ്റയ്ക്കാണ്, അതിന് തുണ വേണമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു ക്രിയേച്ചറിനെ കൂടി ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. പക്ഷേ ഇത് പകുതി വഴിക്ക് എത്തുന്ന സമയത്ത് വിക്ടറിന് ആകെ ടെൻഷൻ ആവുകയാണ്. ഇനിയിപ്പോൾ ഇതിനൊരു തുണ ഉണ്ടാക്കി കൊടുത്തു, പിന്നെ അവർ തമ്മിലൊരു ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മോൺസ്റ്റേഴ്സ് ആവും ഇവിടെ. അപ്പോൾ അത് എന്തൊക്കെ പ്രശ്നങ്ങളാക്ക് ഇവിടെ ഉണ്ടാവുക എന്നുള്ള ടെൻഷനൊക്കെ വരുന്ന സമയത്ത് അയാൾ ആ ഒരു പദ്ധതി ഉപേക്ഷിക്കുകയും രണ്ടാമത്തെ ക്രിയേച്ചറിനെ ഉണ്ടാക്കുന്ന ശ്രമം അയാൾ ഉപേക്ഷിച്ച് അതൊക്കെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. Enraged, the creature kills Victor's best friend Henry Cleverell and later murders his bride Elizabeth on their wedding night.
അപ്പോൾ ഇതുകൂടി ആവുന്ന സമയത്ത് നമ്മുടെ ക്രിയേച്ചറിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഒന്നാമത് ഇങ്ങനെ ഒരു വികൃതമായിട്ടുള്ള രൂപത്തിൽ ഒരു കാര്യമില്ലാതെ തന്നെ ഈ വിക്ടർ സൃഷ്ടിച്ചു, എന്നിട്ട് തന്നെ ഉപേക്ഷിച്ചു. താനിപ്പോൾ ലോകത്ത് ആർക്കും വേണ്ടാതെ എല്ലാവരും ആട്ടി പായിക്കുന്ന തരത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു തുണ വേണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, അതും നമ്മുടെ വിക്ടർ ചെയ്തു തരുന്നില്ല. അപ്പോൾ നമ്മുടെ ക്രിയേച്ചറിന് വിക്ടറിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാവുകയും വിക്ടറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊല ചെയ്യുന്നു. അതിനുശേഷം വിക്ടറിൻ്റെ കല്യാണത്തിൻ്റെ ദിവസം തന്നെ വധുവിനെ നമ്മുടെ ഈ ക്രിയേച്ചർ കൊല ചെയ്യുന്നു. അങ്ങനെ വിക്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കൊന്നുകളയുക എന്നുള്ള രീതിയിൽ ആകെ കലി പിടിച്ച് നടക്കുകയാണ് നമ്മുടെ ക്രിയേച്ചർ. Devastated, Victor vows revenge and chases the creature to the Arctic, where Walton's crew finds him. അപ്പോൾ ഇത്രയാവുന്ന സമയത്ത് വിക്ടറിനും ദേഷ്യം വരുന്നുണ്ട്. കാരണം തൻ്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും എല്ലാം ഈ ക്രിയേച്ചർ കൊല ചെയ്യുകയാണ്. അപ്പോൾ താൻ ഈ ക്രിയേച്ചറിനെ സൃഷ്ടിച്ചതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ തന്നെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ വിക്ടർ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെയാണ് വിക്ടർ നമ്മുടെ ഈ മലയുടെ മുകളിൽ എത്തുന്നതും നമ്മുടെ കഥ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ വാൾട്ടറിനെ കാണുകയും ചെയ്യുന്നത്. Victor dies from exhaustion and the creature, filled with remorse, declares his intention to end his life. വിക്ടർ അങ്ങനെ അധികകാലം പിന്നീട് ജീവിക്കുന്നില്ല. ആകെ തളർന്ന് അവശനായിട്ട് വിക്ടർ അവിടെ മരണപ്പെടുന്നു. വിക്ടർ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ ഈ ക്രിയേച്ചർ വാൾട്ടറിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. വാൾട്ടറിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ക്രിയേച്ചർ തനിക്കുള്ള പശ്ചാത്താപവും കുറ്റബോധമൊക്കെയാണ് പറയുന്നത്. താൻ കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെയാണ് ക്രിയേച്ചർ പറയുന്നത്. ഹി ഡിസപ്പിയേഴ്സ് ഇൻ ടു ദ ഫ്രോസൺ വിൽഡർനെസ്, ലീവിങ് ഇറ്റ്സ് ഫേറ്റ് അൺസേർട്ടൺ. അങ്ങനെ എന്നെ കൊണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിദൂരമായി കിടക്കുന്ന ആ മഞ്ഞ് മലയിലേക്ക് ഇങ്ങനെ ആ ക്രിയേച്ചർ നടന്നു നീങ്ങുന്ന രംഗത്തോട് കൂടിയിട്ടാണ് നമ്മുടെ നോവൽ അവസാനിക്കുന്നത്. ചാപ്റ്റർ 13. ഇനി നമുക്ക് പഠിക്കാനുള്ള 13ാമത്തെ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പ്ലോട്ട് ഓവർവ്യൂവിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ക്രിയേച്ചർ എന്തുകൊണ്ട് താൻ ഇങ്ങനെയായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടെന്നുള്ളത്. അതാണ് നമുക്ക് ഈ 13ാമത്തെ ഈ ചാപ്റ്ററിൽ കാണുന്നത്. Chapter 13 is narrated by the creator as he recounts his observations that shape his understanding of both humanity and himself. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13ാമത്തെ ചാപ്റ്റർ നരേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കഥ പറയുന്നത് ആ ക്രിയേച്ചർ തന്നെയാണ്. തൻ്റെ നിരീക്ഷണങ്ങളിലൂടെ താൻ മനുഷ്യവംശത്തെക്കുറിച്ചും അതുപോലെ തന്നെ തന്നെക്കുറിച്ചും തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ക്രിയേച്ചർ ഇവിടെ പറയുന്നത്. He notices the arrival of spring and delights in the beauty of nature. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് അതിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത് സ്പ്രിങ് അല്ലെങ്കിൽ വസന്തകാലം കാണുന്നു. അങ്ങനെ പൂക്കളും മറ്റൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനൊരു ഉന്മേഷവും എനർജിയും ഒക്കെ തോന്നിയ, സന്തോഷം തോന്നിയ കാര്യമാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു മൃഗം പോലെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഈ വൈകാരികതയൊക്കെയുള്ള ഒരു ക്രിയേച്ചറാണ് ഇത് എന്നുള്ളതാണ് ഈ വസന്തകാലം വരുന്ന സമയത്ത് അതിന് സന്തോഷമായി എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. However, his focus remains on the cottagers whose daily lives he has come to admire. അപ്പോൾ ഈ ക്രിയേച്ചറിൻ്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലീനെ ഇങ്ങനെ അവിടെ മാറി നിന്നുകൊണ്ട് നിരീക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ക്രിയേച്ചർ അത് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. One day, he observes Felix looking unusually sorrowful. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ക്രിയേച്ചർ നോക്കുന്ന സമയത്ത് ആ ഫാമിലിയിലുള്ള ഫെലിക്സ് എന്ന് പറഞ്ഞൊരു യുവാവുണ്ട്. അയാൾ ഭയങ്കര വിഷമത്തിലിരിക്കുന്നതായിട്ടാണ് നമ്മുടെ ക്രിയേച്ചറിന് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെലിക്സിന് വിഷമം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ക്രിയേച്ചർ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും ഫെലിക്സ് ഭയങ്കര വിഷമത്തിലാണെന്നുള്ള കാര്യമാണ് നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നത്. Soon after, a veiled woman arrives on horseback, guided by a stranger. അതിനുശേഷം ആ വീട്ടിലേക്ക് ഒരു യുവതി വരുന്നത് നമ്മുടെ ക്രിയേച്ചർ കാണുന്നു. കുതിരപ്പുറത്താണ് ആ യുവതി വരുന്നത്. മുഖമൊക്കെ മറച്ചിട്ടുണ്ട്. ഒരു അറേബ്യൻ യുവതിയുടെ രൂപമാണ് നമ്മുടെ യുവതിക്കുള്ളത്. അങ്ങനെ ഒരു യുവതി ആ വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ ക്രിയേച്ചർ കാണുന്നു. The family welcomes her warmly and Felix's sadness quickly disappears. അങ്ങനെ ഈ യുവതി വരുന്ന സമയത്ത് ആ വീട്ടുകാർ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആ യുവതിയെ സ്വീകരിക്കുന്നു. അതുവരെ വളരെ വിഷമത്തിലായിരുന്ന ഫെലിക്സ് ഈ യുവതി വന്നതോടു കൂടിയിട്ട് വിഷമമൊക്കെ മാറി സന്തോഷത്തിലാവുന്നതും നമ്മുടെ ക്രിയേച്ചർ കാണുന്നുണ്ട്. ഹെർ പ്രസൻസ് ബ്രിങ്സ് എ ന്യൂ എനർജി ടു ദ ഹൗസ് ഹോൾഡ്. അപ്പോൾ ആ ഉറങ്ങിക്കിടന്നിരുന്ന വീട് ഇങ്ങനെ ഉണരുകയും ഉന്മേഷത്തിലാവുകയും ആ വീട്ടിൽ തന്നെ ആകെ ഒരു സന്തോഷം ഉണ്ടാവുന്നതൊക്കെ നമ്മുടെ ക്രിയേച്ചർ ശ്രദ്ധിക്കുന്നു. The creature soon learns that the woman, Safi, does not speak the cottage's language.
അതിനുശേഷം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്ന കാര്യം അവിടെ വന്നിട്ടുള്ള യുവതി സാഫി ആ വീട്ടുകാരുടെ ഭാഷയല്ല വേറൊരു ഭാഷയാണ് സംസാരിക്കുന്നത് എന്നാണ്. As she settles into their home, she begins learning it, and the creature, always watching, decides to learn alongside her. അപ്പോൾ ഇവിടെ സാഫീനെ നമ്മുടെ ഫെലിക്സ് അവരുടെ ഭാഷ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിയേച്ചർ കാണുകയാണ്. കാരണം സാഫി വേറെ ഭാഷയാണ് സംസാരിക്കുന്നത്, വീട്ടുകാർ വേറെ ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫെലിക്സ് അവളെ ഇവരുടെ ഭാഷ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ക്രിയേച്ചർ കാണുന്നു. അപ്പോൾ ക്രിയേച്ചർ വിചാരിക്കുന്നത് അത് കണ്ടുകൊണ്ട് അവളുടെ കൂടെ എനിക്കും ഈ ഭാഷ പഠിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ക്രിയേച്ചർ വിചാരിക്കുന്നത്. കാരണം ഒരു ഭാഷ അറിയാത്ത ഒരാൾക്ക് ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം അവിടെ കാണുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അതിങ്ങനെ രഹസ്യമായി നോക്കിക്കൊണ്ട് എനിക്കും ആ ഭാഷ പഠിക്കാൻ പറ്റും നമ്മുടെ ക്രിയേച്ചർ വിചാരിക്കുന്നു. അങ്ങനെ അവളുടെ കൂടെ തന്നെ ഇതിങ്ങനെ നോക്കി നിന്നുകൊണ്ട് നമ്മുടെ ക്രിയേച്ചറും അവിടെ ഭാഷ പഠിക്കുകയാണ്. Through Safi's education, he gains access to Volney's Ruins of Empires, a book that expands his understanding of human society. അങ്ങനെ സാഫിയോടൊപ്പം നമ്മുടെ ക്രിയേച്ചറും ഇങ്ങനെ സംസാരിക്കാനൊക്കെ പഠിക്കുന്നു. അതുകൂടാതെ ഫെലിക്സ് സാഫിയെ വായിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് റൂയിൻസ് ഓഫ് എംപയേഴ്സ് എന്ന് പറയുന്നൊരു ചരിത്ര പുസ്തകമാണ് ഫെലിക്സ് സാഫിയെ വായിക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചരിത്ര പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മുടെ ക്രിയേച്ചറിന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഹി ലേൺസ് അബൌട്ട് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് സിവിലൈസേഷൻസ്, കൊളോണൈസേഷൻ, വാർ ആൻഡ് റിലീജിയൻ. ഈ മനുഷ്യ സംസ്കാരങ്ങളുടെ ഈ ഉയർച്ചയും അതുപോലെ തന്നെ തകർച്ചയും എല്ലാം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. നമ്മുടെ ഗ്രീക്ക്, റോമൻ, അതുപോലെ ഹാരപ്പൻ സംസ്കാരങ്ങളൊക്കെ അത്തരം സംസ്കാരങ്ങൾ ഉയർന്നു വരുന്നതും തകർന്നു പോകുന്നതും, അതുപോലെ തന്നെ കൊളോണൈസേഷൻ ഈ നമ്മുടെ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ഈ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ യൂറോപ്യന്മാർ വന്നിട്ട് കോളനികൾ ഉണ്ടാക്കുകയും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന കാര്യവും, അതുപോലെ തന്നെ മതങ്ങളെക്കുറിച്ചും പല യുദ്ധങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിയേച്ചർ ആ പുസ്തകം വായിച്ച് കേൾക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. He is astonished by humanity's ability to be both noble and cruel. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേച്ചർ അമ്പരന്ന് പോവുകയാണ്. ഒരേ സമയത്ത് തന്നെ മനുഷ്യർക്ക് നന്മയുള്ളവരാവാനും കഴിയുന്നു, എന്നാൽ അതേ സമയത്ത് തന്നെ മനുഷ്യർക്ക് കൊടും ക്രൂരതകൾ ചെയ്യുന്ന ആളുകളാവാനും കഴിയുന്നു. ഇതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് വിചിത്രമായിട്ടുള്ള ജീവികളാണ് മനുഷ്യർ എന്നാണ് നമ്മുടെ ഈ വിചിത്ര ജീവി ചിന്തിക്കുന്നത്. He also learns about economic inequality, noble lineage and social hierarchy from the cottages conversations. ഇത് കൂടാതെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ നിന്ന് സമൂഹത്തിലെ വേറെയും കാര്യങ്ങളെ കുറിച്ചിട്ട് അയാൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും ഈ എക്കണോമിക് ഇനീക്വാലിറ്റി, സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഈ നോവൽ എഴുതപ്പെടുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്, രാജഭരണവും മറ്റൊക്കെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ പ്രഭു കുടുംബം, അതുപോലെ തന്നെ ലോ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്ന രീതിയിൽ പലതരത്തിൽ കുടുംബങ്ങളുടെ പേരിൽ മനുഷ്യരെ തരംതിരിക്കുന്നത്, സാമ്പത്തിക അസമത്വം, അങ്ങനെയുള്ള സമൂഹത്തിലെ മനുഷ്യരെ വേർതിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. With each new discovery, he reflects more deeply on his own existence. അങ്ങനെ മനുഷ്യരെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേച്ചർ തൻ്റെ തന്നെ ജീവിതത്തെ കുറിച്ചിട്ട് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയാണ്. കാരണം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും തോറും മനുഷ്യരും ഈ ക്രിയേച്ചറും തമ്മിലുള്ള വ്യത്യാസം അതിനിങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൺലൈക്ക് ദ കോട്ടേജേഴ്സ് ഹു ഹാവ് ഫാമിലി ആൻഡ് പർപ്പസ്, he realizes he has no identity, no lineage and no place in the human world. അപ്പോൾ മനുഷ്യരുടെ ഈ ഒരു ജീവിതത്തിൽ കുടുംബത്തിനുള്ള പ്രാധാന്യം, ബന്ധങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ക്രിയേച്ചർ ചിന്തിക്കുന്നത് തനിക്ക് കുടുംബമില്ല, തനിക്ക് ബന്ധുക്കളില്ല, തനിക്ക് ആരുമില്ല, തനിക്ക് സമ്പത്തില്ല, ഒന്നുമില്ല. അപ്പോൾ താൻ ഇങ്ങനെ ഈ മനുഷ്യരുടെ സമൂഹത്തിൽ തീർത്തും ഒറ്റപ്പെട്ടിട്ടുള്ള ഒന്നാണെന്നുള്ള കാര്യം നമ്മുടെ ക്രിയേച്ചറിന് മനസ്സിലാവുന്നു. ദിസ് നോളജ് ബ്രിങ്സ് ഹിം ബോത്ത് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് സോറോ. അപ്പോൾ ഈ ഒരു അറിവ് ലഭിക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേച്ചർ പറയുന്നത് അറിവ് വർദ്ധിക്കും തോറും ദുഃഖവും വർദ്ധിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഈ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കും തോറും അതിന് കൂടുതൽ വിഷമമായിട്ട് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്.
While he admires the kindness and unity of the family, he becomes increasingly aware of his own isolation. അപ്പോൾ ഈ ഫാമിലിയെ വാച്ച് ചെയ്യുന്ന സമയത്ത് അതിന് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഈ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള സ്നേഹം, അവർ തമ്മിലുള്ള സഹകരണമൊക്കെ കാണുന്ന സമയത്ത് ഒരു സന്തോഷം നമ്മുടെ ക്രിയേച്ചറിന് തോന്നുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തൻ്റെ ജീവിതത്തിലില്ല, തനിക്ക് ഇതുപോലെ സംസാരിക്കാനോ തനിക്ക് സ്നേഹിക്കാനോ തന്നെ സ്നേഹിക്കാനോ ഒന്നും ആരുമില്ല എന്നുള്ള വിഷമവും നമ്മുടെ ക്രിയേച്ചറിന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രിയേച്ചർ ഈ മനുഷ്യരുടെ ലോകത്ത് താൻ ഒറ്റപ്പെട്ടു പോവുകയാണെന്നും അതുപോലെ തന്നെ മറ്റു മനുഷ്യർക്കുള്ളതുപോലെ ഫാമിലിയോ ഫ്രണ്ട്സോ സ്നേഹിക്കാൻ ആളുകളോ ഒന്നും തനിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കാണുന്നത് ഒന്ന്, ഇത് ഈ എഡ്യൂക്കേഷനിലൂടെ ഈ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടാണ് ഇതിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നുള്ള കാര്യവും, അതുകൂടാതെ തന്നെ ഇതിൽ നരേറ്റീവ് സ്ട്രക്ചർ നമ്മുടെ ഈ ക്രിയേച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ അതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും, പിന്നെ നമുക്ക് വൈഡറായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ജീവൻ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നോവലിൻ്റെ ഒരു പ്രസക്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീമുകളായിട്ട് വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ നോട്ട്സിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാപ്റ്ററിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്